അപ്പൊ ഷംജിത മോൾ, ഒളിവിൽ പോയ ഷംജിത മോളെ പിടിച്ചിട്ടുണ്ട്. മഞ്ചേരി സബ് ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവളൊരു കുറ്റവാളിയല്ലേ, പിന്നെ ഇവളുടെ കയ്യിൽ എന്താ വിലങ്ങില്ലാത്ത? ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതിനു മുമ്പ് ഇവളെ കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ഇവളുടെ കയ്യിൽ വിലങ്ങില്ല. അതെന്താ? ഇവള് പ്രതിയല്ലേ? ഇവള് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത കൊലകാരിയാണ് ഇവള്. അപ്പോ ഇവളുടെ കയ്യിൽ എന്തുകൊണ്ട് വിലങ്ങില്ല? ഇതേ സമയത്ത് ഒരു പുരുഷനായിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാട്ടിക്കൊണ്ട് കണ്ടാനെ, എന്തൊക്കെ കാണാൻ പറ്റിയാനെ. രണ്ടും രണ്ട് തരത്തിലായി പോയി നിയമങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവൾക്കെന്തോ ഒരു പ്രീമിയം പരിഗണന കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടാ. ഒരു കൊലപാതകയാണ് ഇവള്. അപ്പൊ അവളെ അവർ സംരക്ഷിക്കാൻ നോക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾക്ക് പ്രയോറിറ്റി കൊടുക്കട്ടെ. ബസ് കയറിട്ട് ഇമാ തന്തയിൽ അത്ര കാണിച്ചാ. എന്താണെങ്കിലും ഒരു യുവാവ് പോയി, ഒരു ജീവൻ വിട്ടുപോയി. നീപ്പെട്ടു പോയ ദീപക് എന്ന് പറഞ്ഞ ആളുടെ വീട്ടുകാർക്കുമാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവളുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഈ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. പച്ചക്ക് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇവള് അമ്മാതി അപരാധം തന്നെ കാണിച്ചു കേട്ടാ. ഇവൾ ആ വീഡിയോയ്ക്കകത്ത് മാക്സിമം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ആമ്പിള്ളേരാകുമ്പോൾ നമ്മൾ ഇതുപോലെ തിരക്കുള്ള ഒരു ബസ്സിൽ കയറി, ഓക്കെ, നമ്മൾ ഷൂ ഒന്ന് കൂട്ടിക്കോ. നമ്മുടെ കാലൊരാൾ ചവിട്ടി, നമ്മുടെ ഷൂവിൽ ഒരാൾ ചവിട്ടി, നമ്മളെന്താ ചെയ്യുക? 2 സ്റ്റെപ്പ് ബാക്കിൽ പോയി നിൽക്കുമോ, ഇതിന്റെ ചവിട്ടിയുടെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരാളുടെ കയ്യെ വന്ന് അവളുടെ അകിടിൽ കൊണ്ടുവന്നപ്പോ അവർക്ക് പിന്നെയും അവിടെ നിന്ന് വീഡിയോ എടുക്കാനാ തോന്നിയത്. ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഞാൻ പറയണതാ. ശരിക്കും പറയുന്നത് കൊലപാതകയാണ്. അവൾക്ക് നമ്മുടെ നിയമം അനുസരിക്കുന്ന നേരം മാക്സിമം അവൾക്ക് തൂക്കിക്കൊല്ലാൻ പറ്റും, തൂക്കിക്കൊല്ലുക. അത്രയും നല്ലതായിരിക്കും. എന്തായാലും ഒരാളിനെ വെറുതെ ഇപ്പോൾ കാരണം ഒരു മനുഷ്യൻ വെറുതെ മരിച്ചതല്ലേ, പിന്നെ ഇതിനാണ് ഇവളെയൊക്കെ വെച്ചോണ്ടിരിക്കണേ.